നമസ്കാരം. ഞാൻ സ്മിത ദിനേശ്. സ്വദേശം ഒറ്റപ്പാലം. പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ കാർമൽ CMI സ്കൂളിലെ അധ്യാപികയാണ്. പുസ്തകാസ്വാദനത്തിനായി ഞാനിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന പുസ്തകം ശ്രീമതി ജിസ ജോസിൻ്റെ ആനന്ദഭാരം എന്ന നോവലാണ്. മാതൃഭൂമി ബുക്സാണ് ഈ നോവലിൻ്റെ പ്രസാധകർ. 320 രൂപയാണ് പുസ്തകത്തിൻ്റെ വില. തേടിയിറങ്ങലും തേടിച്ചെല്ലലും എന്നും ജിസ ടീച്ചറുടെ എഴുത്തിൻ്റെ ഭാഷയാണ്. ആരാലും പരിഗണിക്കപ്പെടാതെ പോയ ഒരു കൂട്ടം ജീവിതങ്ങൾ, നിലനിൽപ്പിൻ്റെ ആനന്ദം കണ്ടെത്തുന്ന അവസ്ഥാന്തരങ്ങളാണ് ഈ നോവലിലെ പ്രമേയം. അവതാരികയുടെ ആലങ്കാരികതകൾ ഏതുമില്ലാതെ വായനക്കാരുടെ മനസ്സിലേക്ക് ചേർന്ന് നിന്ന ഒരു നോവലാണ് ആനന്ദഭാരം. ഒരു റെയിൽവേ ക്വാർട്ടേഴ്സിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ നോവൽ അരങ്ങേറുന്നത്. കെട്ടുപോയേക്കാവുന്ന ജീവിത വെളിച്ചത്തെ ഒരു വിരൽമറ കൊണ്ട് ഒതുക്കിപ്പിടിച്ച് പ്രകാശം കാത്തവരാണ് ഇതിലെ കഥാപാത്രങ്ങളൊക്കെയും. ജീവിതത്തിലേറെക്കാലം അരികുകളിൽ മാത്രം ജീവിച്ച് പിന്നീടെപ്പോഴോ തനിക്ക് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഒരു കുഞ്ഞു ലോകമുണ്ടാക്കി അതിൽ ജീവിച്ച് മതിയാകാതെ കിടപ്പിലായ വിനോദിനി. എപ്പോഴും പിന്നാമ്പുറങ്ങളിൽ മാത്രം ജീവിക്കുന്ന ഒരമ്മ വളർത്തി വലുതാക്കിയ, എന്തിനു നേരെയും വിമുഖത കാണിക്കുന്ന വിനോദിനിയുടെ മകൻ വിപിന്. ഉള്ളിൽ ഒരഗ്നിപർവ്വതവും നിറച്ച് പുറമേ സ്വച്ഛശാന്തരായി നടിച്ച് ജീവിക്കുന്ന ഇവർക്കിടയിലേക്ക് വിപിനൻ്റെ ഭാര്യയായി രത്നമേഖല എന്ന പെൺകുട്ടി കടന്നുവരുന്നു. പൊൻകിനാക്കളുടെ പട്ടുടുത്ത് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ പിറ്റേന്നാൾ മുതൽ ജീവിതത്തെ കീഴ്മേൽ മറിക്കുന്ന അനുഭവങ്ങളുമായി, ജീവിതത്തോട് ഒട്ടും പാകപ്പെടാത്ത മനസ്സുമായി കഴിയേണ്ടി വന്ന രത്നമേഖലയാണ് ആനന്ദഭാരത്തിലെ നായിക. തന്നെ കേൾക്കാൻ ഒരാളില്ലാത്തതിൻ്റെ നിസ്സഹായതയും പേറി അവർ ഈ നോവലിലുടനീളം നിറഞ്ഞു നിൽക്കുന്നു. ജീവിതത്തിൻ്റെ മണം വെയിലാണെന്ന് മാത്രം മനസ്സിലാക്കിയ പരിമളം എന്ന കഥാപാത്രം വായനക്കാരെ പലപ്പോഴായി പിടിച്ചുലയ്ക്കുന്നുണ്ട്. അനപത്യതാ ദുഃഖത്തിൻ്റെ ആഴക്കയത്തിൽ നിന്നുഴലുമ്പോഴും തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ കുറ്റപ്പെടുത്തലുകൾക്കും പരിഹാസങ്ങൾക്കും ഇരയാവേണ്ടി വരുന്ന പരിമളം ഈ നോവലിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ്. താങ്ങി നിർത്തേണ്ടവർ തന്നെ ഉള്ളിലേക്ക് കനലു കോരിയിടുമ്പോൾ നിസ്സഹായതയുടെ വെയിൽ ചൂടിൽ സ്വത്തും നഷ്ടപ്പെട്ട് വേവുന്ന പരിമളത്തിൻ്റെ അവസ്ഥ വായനക്കാരെ അസ്വസ്ഥരാക്കുന്നു. ഒരു കുടുംബത്തിൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ നിന്നും മറ്റനേകം ജീവിതങ്ങളുടെ ഭൂമികയിലേക്ക് നോവൽ നടന്നു കയറുന്നു. ജീവിതഭാരം കൊണ്ട് ചാരാനൊരു ചുമല് തേടുന്ന ജന്മങ്ങൾ, ഭൂതകാലത്തിൽ ഉറച്ചു നിൽക്കാതെ വർത്തമാനകാല ജീവിതത്തിൻ്റെ സമരമുഖത്ത് വേച്ചും വഴുതിയും നിലനിൽപ്പിൻ്റെ വേരുകൾ തേടുന്നവർ, ഒടുക്കം വേരറ്റു വീഴുന്നവർ, അതിജീവനത്തിൻ്റെ ആശയാൽ പുതിയ ലോകങ്ങൾ തേടിപ്പോകുന്നവർ. ഈ ജീവിതാവസ്ഥകളുടെയെല്ലാം ആകത്തുകയാണ് ആനന്ദഭാരം എന്ന നോവൽ. 2 റെയിൽപാളങ്ങളുടേതുപോലെ സമാന്തരമാണ് ഈ നോവലിലെ കഥാപാത്രങ്ങളുടെ ജീവിതവും അവരുടെ ആനന്ദവും. ജീവിതത്തിൽ ഒരിക്കലും അവർ ആനന്ദം കണ്ടെടുക്കുന്നില്ല. എങ്കിലും എന്നെങ്കിലും അനുഭവിച്ചേക്കാവുന്ന ആനന്ദത്തിനായി ഒരു ട്രെയിൻ കണക്കെ കുതിച്ചും കിതച്ചും ആർത്തലച്ചും അവർ ജീവിതം തള്ളി നീക്കുന്നു. ജീവിതത്തിലെ ആകസ്മികതകൾക്കു മേലെ പുതയ്ക്കാനുള്ള സന്തോഷത്തിൻ്റെ പഞ്ഞിപ്പുതപ്പ് അവനവൻ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ജീവിതം പടർത്താനുള്ള ഒരു നുള്ളു മണ്ണ് സ്വയം സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു എന്ന അവബോധം വായനക്കാരുടെ മനസ്സിൽ നിറച്ചുകൊണ്ടാണ് ജിസ ടീച്ചർ ആനന്ദഭാരം എന്ന നോവൽ അവസാനിപ്പിക്കുന്നത്. സൗഹൃദം, പ്രണയം, അധികാരം, കാമം, മരണം എല്ലാം ഇവിടെ കൂടിച്ചേരുന്നു. സന്തോഷം ഒരു തിരഞ്ഞെടുപ്പാവണമെന്ന് നോവലിലെ അക്ഷരങ്ങൾ നിശബ്ദം നമ്മോട് മന്ത്രിക്കുന്നു. മനുഷ്യ മനസ്സിലേക്കുള്ള ഇടുക്കമുള്ള വഴികൾ ഈ നോവൽ വ്യക്തമാക്കി തരുന്നു. നോവലിലെ വരികളിലേക്കൊന്ന് പോകാം.
തിരഞ്ഞാൽ കിട്ടാത്തതിനെ തിരഞ്ഞു പോകരുത്. കിട്ടില്ല എന്നു മനസ്സിലാക്കിയാൽ ആ അന്വേഷണം അവസാനിപ്പിച്ചേക്കുക. ഇരുട്ടു പുതഞ്ഞ ദുഷ്കരമായ വഴികളിലൂടെ അതിനു പിന്നാലെ നടക്കരുത്. മുള്ളും മുറിവുകളുമല്ലാതെ ഒന്നും തിരിച്ചു കിട്ടാനില്ലാത്ത അന്വേഷണങ്ങളെല്ലാം അനാവശ്യമാണ്. നന്ദി.